പ്രാദേശിക നേതാക്കളടക്കം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഇത്തരത്തിൽ വിജയെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മരണം നിലവിൽ എന്തായാലും 33 എന്ന രീതിയിലേക്കാണ് പലരും സ്ഥിരീകരിച്ചു നൽകുന്ന കണക്ക്. അതിനപ്പുറത്തേക്ക് കണക്കുകൾ നൽകുന്നുണ്ട്. പക്ഷേ അത് ഒരു ഘട്ടത്തിലും സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം 40 പോലെ മരണസംഖ്യയായി ഉയർന്നിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകൾ, അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ ഇതൊക്കെയും നൽകിയിരിക്കുന്ന വിവരം 33 എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 33 മരണമായി കണക്കാക്കുന്നു. ഒപ്പം തന്നെ 13 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അത് ഈ ഗവൺമെൻറ് ആശുപത്രിയിലെ 13 പേരാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം 1.5 വയസ്സുകാരി അടക്കം ഈ ഒരു സംഭവത്തിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. 1.5 വയസ്സുകാരി അടക്കം ആശുപത്രിയിലാണ്. അപ്പോൾ ഈ കുട്ടികളുമായിട്ട് ഇവിടേക്ക് എത്തരുത്. അതായത് ചില ഈ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എണ്ണം തന്നെ ഏതാണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ, അത്രയും 15 വയസ്സിൽ താഴെ ഉള്ള കുട്ടികൾ എന്ന് പറയാവുന്ന ഗണത്തിൽ തന്നെ 10,000-ഓളം എന്ന് പറയുന്നു. ആ നിലയിൽ അത്രയും ഈ ചെറിയ പ്രായമുള്ള കുട്ടികൾ ധാരാളമായി. ഇപ്പോൾ അവർ ഈ വോട്ട് ചെയ്യുന്നത് നേതാവ് എന്ന നിലയിലൊന്നും ആയിരിക്കില്ല. അവരുടെ ഒരു ഇഷ്ട താരത്തെ കാണാൻ കിട്ടിയ ഒരവസരം. ഇപ്പോൾ കരൂർ എന്ന് പറയുന്ന ആ ചെറുപട്ടണത്തിൽ അവരുടെ വീടിനടുത്ത് അത്തരമൊരു വലിയ താരം ഒരു വലിയ റാലി സംഘടിപ്പിക്കാൻ, ഒരു പ്രസംഗം നടത്താനായി വരുന്നു. അദ്ദേഹം സിനിമയിൽ പറയുന്നത് പോലെ വലിയ ഡയലോഗുകൾ സ്റ്റേജിൽ പറയുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കേൾക്കുന്നുണ്ട്. അതൊക്കെ ആരാധകരെ മാത്രമല്ല സാധാരണക്കാരെയൊക്കെ ഈ വേദിയിലേക്ക് ആകർഷിക്കുന്ന ഘടകമാണ്. അങ്ങനെയുള്ളപ്പോഴാണ് അത്തരം ഒരു സ്റ്റാർ, ഒരു താരം, ഒരു സൂപ്പർ താരം അടുത്ത് കാണാൻ അവസരം കിട്ടുന്ന കുട്ടികളൊക്കെ ധാരാളമായി ഈ വേദിയിലേക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 6-7 മണിക്കൂറായി വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഇതിൻ്റെ മുൻനിരയിൽ തന്നെ കുട്ടികളൊക്കെ നിരവധി പേർ ഇടം പിടിച്ചിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിൽ പലരുമായിരിക്കാം വീഴ്ചയിലുമൊക്കെ ഈ അവരുടെ മേലെ മറ്റുള്ളവർ ചവിട്ടുകയും ഒക്കെ ചെയ്ത് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചത്. ജീവൻ നഷ്ടപ്പെട്ടതിൽ 6 കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ പരിക്കേറ്റവരിലും നിരവധി പേർ ചെറിയ പ്രായമുള്ളവരൊക്കെ തന്നെയാണ്, പ്രൈം ഏജിലുള്ളവരൊക്കെ തന്നെയാണ് എന്ന് ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന താരാരാധനയുടെ ഭാഗമായി അവിടെ എത്തിയവരും വിജയുടെ രാഷ്ട്രീയ അനുയായികളെപ്പോലെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ഇപ്പോൾ കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചു എന്നൊരു വിവരം കൂടി വരുന്നുണ്ടല്ലോ റഹീസ്, അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. 10 ലക്ഷം വീതം ഈ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുകയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ഒരു സഹായമായി നൽകുകയും ചെയ്തു പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റാലിൻ എന്ന് പറയുന്നു. അദ്ദേഹം ആ പ്രഖ്യാപനം കൂടി നടത്തിയിട്ടാണ് കരൂരിലേക്ക് വിമാനത്തിൽ കയറിയത് എന്നാണ് ചെന്നൈ റിപ്പോർട്ടുകൾ. അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അവിടെ റഹീസ്? നിലവിൽ അടിയന്തര ധനസഹായമായിട്ടാണ് മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ചികിത്സയിലുള്ളവർക്ക് 3 ലക്ഷം രൂപ കൂടി നൽകാം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ ഒരു അടിയന്തര യോഗം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം കരൂരിലേക്ക് തിരിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി 10 ലക്ഷം രൂപ നൽകും. ഒപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്നവർക്ക് നിലവിൽ 3 ലക്ഷം രൂപ നൽകാൻ കൂടിയുള്ള തീരുമാനമായിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല മരണസംഖ്യയിൽ ഒരു വർധനവുണ്ടായിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 37 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരത്തിൽ മരണസംഖ്യ കൂടി ഉയരുകയാണ്. മരണസംഖ്യ നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെയും അതൊരു 40നോടൊക്കെ അടുത്ത് നിൽക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു അപകടം തന്നെയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ മരണസംഖ്യ കൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയാൻ കഴിയുക. തമിഴ് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ 35 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് തമിഴിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെയും നൽകുന്നത്. അപ്പോൾ ആ തരത്തിൽ മരണസംഖ്യ കൂടി ഉയരുന്നുണ്ട്. നേരത്തെ സെന്തിൽ ബാലാജി പറഞ്ഞപ്പോൾ നമ്മൾ ആശ്വാസത്തോടെ കേട്ടത് ഒരുപക്ഷെ ഇതൊരു 32 പേർ എന്നുള്ള രീതിയിലൊക്കെ മരണസംഖ്യ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ അത് വീണ്ടും ഉയരുകയാണ്. അത് 35ലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അത് 36 37 ഒക്കെ പല ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു 35 എന്നുള്ള രീതിയിലേക്ക്
കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പേർ മരിച്ച ഒരു വലിയ സംഭവമാണ്. നേരത്തെ വിജയകുമാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കുട്ടികളുമായി ഈ പരിപാടിയിൽ എത്തരുത് എന്നുള്ളത് പ്രധാനമായും പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശമായിരുന്നു. ഒപ്പം തന്നെ വിജയ് നൽകിയിട്ടുള്ള നിർദ്ദേശം കൂടിയായിരുന്നു. അദ്ദേഹം ഓരോ ആഴ്ചയിലെയും പരിപാടിക്ക് മുൻപ് ഏതാണ്ട് ഉച്ചയോടാകുമ്പോൾ ഒരു പ്രത്യേക നിർദ്ദേശങ്ങൾ, പ്രത്യേക കുറിപ്പ് പാർട്ടി പ്രവർത്തകർക്ക് നൽകാറുണ്ട്. അത് പാർട്ടി താഴെത്തട്ടിൽ വരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നൽകാറുണ്ട്. പക്ഷേ അത് സാധാരണക്കാരായി എത്ര ജനങ്ങളിലേക്ക് അത് എത്തുന്നു, ഈ ഒരു ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും വീട്ടിൻ്റെ അയൽപക്കത്ത് ഇതുപോലെ ഒരു വിജയെ പോലെ ഒരു താരം എത്തുമ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ മാത്രം കണക്കെടുത്ത് അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങളുടെ മാത്രം കണക്കെടുത്ത് ഇത്ര പേരെത്തും എന്നുള്ളൊരു കണക്ക് ടി.വിക്ക് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ കണക്കിന് ഒരടിസ്ഥാനവുമില്ല, അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്കാണ് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഈ വിജയ് പങ്കെടുക്കുന്ന ഈ പരിപാടി നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് വിജയോട് 8:45 രാവിലെ സംസാരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ എത്തുന്നത് തന്നെ 10:15 കൂടിയിട്ടാണ്. അപ്പോൾ ആ സമയം അപ്പോൾ തന്നെ ഒരു 1.25 മണിക്കൂർ സമയം അവിടെ മാറുകയാണ്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയം അദ്ദേഹം അവിടെ മാറുന്നു. പിന്നീട് അദ്ദേഹം റോഡിലെത്തി എല്ലാവരെയും കണ്ട് മാത്രമേ ഈ പ്രസംഗവേദിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം അത് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തനിക്കുള്ള സ്വാതന്ത്ര്യമായി കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു താരമാണ്. അദ്ദേഹം വെള്ളിത്തിരയിൽ മിന്നുന്ന അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ പുറത്തിറങ്ങാനുണ്ട്. അദ്ദേഹത്തിന് ഏത് തരത്തിലാണ് തമിഴ്നാട് കാണുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.